Hi guys! ലിപ് ബാമിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് മഞ്ഞളുടെ, അതായത് നമ്മുടെ ടേർമറിക്കിൻ്റെ ലിപ് ബാമാണ്. ഇപ്പോഴും അത് തന്നെയാണ്, പക്ഷെ അതിനകത്തേക്ക് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലിപ് ബാമിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു കണ്ടെയ്നറിലായിരുന്നു നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ലിപ് ബാം പറയുമ്പോൾ സ്റ്റിക്ക് മെത്തേഡാണ് കേട്ടോ. നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്ന രീതിക്ക് തന്നെ ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലിപ് ബാം ആയിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ് ബാമിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, മഞ്ഞളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലിപ് ബാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലിപ്പിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഡിസ്കളറേഷൻ, ഡ്രൈനെസ്, മൊരിച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിപ് ബാം നമ്മൾ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെറിയ രീതിക്കൊക്കെ നമുക്ക് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ല രീതിക്ക് മാറ്റം കണ്ടു തുടങ്ങും നമ്മുടെ ലിപ്പിൽ. അതല്ല ഒത്തിരി വർഷപ്പഴക്കമുള്ളതും അതുപോലെ തന്നെ ഒത്തിരി കാലപ്പഴക്കമുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ടൈം എടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ലിപ് ബാമിനകത്ത് നമ്മൾ ഇത് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. സാധാരണ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രിസർവേറ്റീവ്സിൻ്റെ ആവശ്യമുണ്ട് ഇത് കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഈ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലിപ് ബാമിനകത്തും നമ്മൾ ഇത്രയും കാലം കൊടുത്തിരുന്ന ലിപ് ബാമിനകത്തും പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടൊന്നുമില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത നല്ല അടിപൊളിയായിട്ട് ലിപ് ബാമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്ത് എടുക്കുന്നത്. നമുക്കിതൊരു 6 മന്ത് വരെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് അത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ കൈസ് നമ്മൾ ക്യാരറ്റ്, ബീട്രൂട്ട്, മഞ്ഞൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് അരച്ച് വെള്ളവും എണ്ണയും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വെള്ളം ചേർക്കുന്നതിനെ പറ്റിയിട്ട് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആയുർവേദ വിധിപ്രകാരം നമ്മളൊരു എണ്ണ കാച്ചുന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അളവുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ എണ്ണയുടെയും ഒരു അളവുണ്ട്. ആ ഒരു അളവ് അനുസരിച്ച് വേണം നമ്മൾ കാച്ചുമ്പോഴാണ് നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളും സത്തുകളും എല്ലാം നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഹെയർ ഓയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു അതായത് എത്ര അളവ് എടുക്കണം എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ, ഹെയർ ഓയിലിൻ്റെ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവും എണ്ണയുടെ അളവൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്കാണ് ഈ ഒരു ലിപ് ബാമിൻ്റെ എണ്ണ കാച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും പൗഡർ ഉപയോഗിച്ചിട്ടല്ല. അതായത് പൊതുവെ നമ്മൾ ലിപ് ബാം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആ ഒരു എസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു സത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉണക്കി പൊടിച്ച പൗഡർ ആയിരിക്കും മിക്സ് ചെയ്യുക. പക്ഷെ നമ്മൾ ഈ ഒരു ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ് ബാമിനകത്ത് നമ്മൾ ഉണക്കി പൊടിച്ച പൗഡർ ഒന്നുമല്ല ആഡ് ചെയ്യുന്നത്, ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ്. നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ബീട്രൂട്ട് ആവട്ടെ അല്ലെങ്കിൽ ക്യാരറ്റ് ആയിക്കോട്ടെ, നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിൽ കരിയാതെ നല്ല വെന്തിട്ട് അതിൻ്റെ ആ ഒരു സത്ത് മുഴുവനും നമുക്ക് ആ ഒരു ഓയിലിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലും കേട്ടോ. അത് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മുഴുവൻ ഗുണങ്ങളും നമ്മുടെ ഈ ഒരു ഓയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നമ്മളിത് കാച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റും വെള്ളവും നമുക്ക് വറ്റിച്ചിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് നല്ലൊരു റെഡിഷ് കളറായിട്ട് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നമ്മളിതിനകത്ത് കളറോ ഫ്രാഗ്രൻസോ ഒന്നും നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത്തവണ ഞാൻ ചെയ്ത ഈ ഒരു ബാച്ചിനകത്ത് ഞാൻ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിതിനകത്ത് കളറും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ഈ ഒരു ലിപ് ബാം മേക്ക് ചെയ്തെടുക്കുന്നത്. മാത്രമല്ല നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഓയിൽസും അൺറീഫൈൻഡ് ആയിട്ടുള്ള ബട്ടേഴ്സാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഈ ഒരു ലിപ് ബാം മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലിപ് ബാമിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 4 ഗ്രാമാണ്. നമ്മൾ ലാസ്റ്റ് കൊടുത്തിരുന്ന ബാച്ചിനകത്ത് നമുക്ക് 8 ഗ്രാമോളം വരുന്നുണ്ട്. 8 മുതൽ 10 ഗ്രാം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഉണ്ടാക്കുന്ന മെത്തേഡ് തന്നെ വേറെ ആയിരുന്നു. പൊതുവേ നമ്മൾ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ലിപ് ബാം മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു അളവിൽ മാത്രമേ നമുക്കത് പൗഡേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലിപ് ബാം അല്ലാതായി മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ. എല്ലാം തന്നെ നമ്മൾ ഓയിൽ ഇൻഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റിലൊന്നും മാറ്റില്ല. റേറ്റ് സെയിം തന്നെയാണ്. 120 റുപ്പീസാണ് നമ്മുടെ ഈ ഒരു ലിപ് ബാമിൻ്റെ റേറ്റ്. പക്ഷേ 4 ഗ്രാം ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഇത്തവണ കൊടുക്കുന്ന ഈ ഒരു പുതിയ ബാച്ചുള്ള ലിപ് ബാമിൻ്റെ കാര്യങ്ങൾ. ഇത്രയും നമ്മൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലിപ് ബാം മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
തീർച്ചയായിട്ടും നമുക്കിത് ഡെയിലി ഉപയോഗിക്കാം, രാവിലെ ഉപയോഗിക്കാം, വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര നിങ്ങളിത് ഉപയോഗിക്കുക. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്കിത് ആദ്യം ലിപ്പിൽ അപ്ലൈ ചെയ്യും, ഒരു ബേസ് പോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന് മീതെ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള പിഗ്മെൻറ്റേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങും. സാധാരണ നിങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിച്ചവർക്ക് അറിയാം, ആ ഒരു ലിപ് ബാം നിങ്ങൾ അപ്ലൈ ചെയ്യും തോറും നിങ്ങളുടെ ലിപ്പിൻ്റെ ഡ്രൈനെസ് നല്ല രീതിക്ക് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷംനൂസ് ഓർഗാനിയുടെ ഈ ഒരു ലിപ് ബാം ഉപയോഗിച്ചവർക്ക് അറിയാം എത്രമാത്രം മോയ്സ്ചറായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. അവരുടെ കമൻറ്റും അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ വീഡിയോ ആയിട്ട് ഷോർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പലരും ഇത് ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല രീതിക്കുള്ള റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. രാത്രി നമ്മളിത് അപ്ലൈ ചെയ്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നിങ്ങൾ രാവിലെ എണീറ്റ് നോക്കുമ്പോഴും ആ ഒരു നല്ല മോയ്സ്ചറായിട്ട് ആ ലിപ് ബാം അവിടെ ആ രീതിക്ക് നല്ല മോയ്സ്ചറായിട്ട് തന്നെ നമുക്കവിടെ ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഉപയോഗിച്ചവരുടെ ഫീഡ്ബാക്കാണ്. ഉപയോഗിച്ചവർക്ക് അറിയാം ഇത് എത്രമാത്രം അടിപൊളിയാണെന്നുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഞാനിവിടെ ഈ കാണുന്ന നമ്പറിൽ ഒന്നൊരു ഹായ്, ജസ്റ്റ് ഒരു ഹായ് മാത്രം കൊടുത്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കാറ്റലോഗും ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് മാത്രമല്ല, നമ്മുടെ ഷംനൂസ് ഓർഗാനിയുടെ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഓരോരോ സ്കിൻ പ്രോബ്ലം അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് പ്രോഡക്റ്റാണ് എനിക്ക് സൂട്ടബിൾ എന്നുള്ളത് കേട്ടോ.